മലപ്പുറം അരീക്കോട് കീഴുപറമ്പിൽ യുവതിയെ ഭർത്താവ് മർദ്ദിച്ചെന്ന് പരാതി. ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഭർത്താവ് മുബാറക് അനീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് യുവതി പറയുന്നത്. രാത്രി മണിക്കൂറുകളോളം മർദ്ദനമേറ്റ യുവതിയുടെ മുഖത്ത് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. യുവതിയുടെ പരാതിയിൽ അരീക്കോട് പോലീസ് കേസെടുത്തു. പ്രതികരണത്തിലേക്ക്. അവരെ ഉപ്പ 1.25 മണിക്കൂർ ഉപദ്രവിക്കണേൽ ഒരു മണിക്കൂർ ഉപ്പയും ആ റൂമിൽ നിന്നിട്ട് കണ്ട് ആസ്വദിക്കുക. 15 മിനിറ്റോളം അവരെ ഉപ്പ ഞാൻ നിലത്തടി കൊണ്ട് വീണിപ്പോൾ എൻ്റെ 2 കാലും പിടിച്ചു കൊടുത്തിട്ട് എൻ്റെ വയറ്റത്ത് ചവിട്ടാനും എൻ്റെ തലക്കടിക്കാനും സഹായം കൊടുക്കായിരുന്നു. അടുക്കളയിലേക്ക് അയാൾ ബ്ലേഡ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഓടുമ്പോൾ കയ്യുമൊരു വരഞ്ഞ് എങ്ങനോ ഫ്രണ്ട് ഡോർ തുറക്കാൻ കിട്ടിയിട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തി. അവരുടെ വീട്ടിലെ CC ക്യാമറയിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർലോക്കിൽ ഗേറ്റിൻ്റെ അവിടെ ഇട്ടിട്ട് എന്നെ അരമണിക്കൂർ ഹരാസ് ചെയ്യണതും വലിച്ചിറക്കണതും എൻ്റെ തലക്കടിച്ച് ഞാൻ വീണതും റെക്കോർഡാണ്. എൻ്റെ യൂട്രസിൽ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. എൻ്റെ യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ചേർത്ത് കണ്ടിട്ട് സർജറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലീഡിങ് ആയിട്ട് എനിക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പീരിയഡ്സ് ബ്ലീഡിങ്. അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റ് പറ്റാത്ത ദേഷ്യത്തിനാണ് അയാൾ എന്നെ ഇങ്ങനെ ചെയ്തത്. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, ക്രൂരമായ മർദ്ദനമാണ് ആ യുവതിക്ക് ഏൽക്കേണ്ടി വന്നത്. പോലീസ് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായും രുചിഷ, വളരെ ക്രൂരമായ മർദ്ദനം തന്നെയാണ് ആ യുവതിക്ക് എന്തായാലും ഏൽക്കേണ്ടി വന്നത്. 2 മാസം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിയുന്നത്. 2 പേരുടെയും പുനർവിവാഹമായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇവർക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് പോകേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി. അവിടെ നിന്നും സമാന രീതിയിൽ പുറത്തിറങ്ങിയപ്പോൾ ചില തർക്കങ്ങളുമായി ഇവർ ചെരുപ്പ് ഉപയോഗിച്ച് തന്നെ ഭർത്താവ് ഇവരെ മർദ്ദിച്ചു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ, ഇത് 7-ാം തീയതിയാണ് ഉണ്ടാവുന്നത്, 7-ാം തീയതി രാത്രി വീട്ടിൽ വെച്ച് സമാനമായ രീതിയിൽ തന്നെ വീണ്ടും ആക്രമിക്കുന്നു. വളരെ ക്രൂരമായി ആക്രമിക്കുന്നു. ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ വരയ്ക്കാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നു. അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഇതിന് ഈ ഭർത്താവിന്റെ മാതാപിതാക്കളും സാക്ഷികളാണ്. അവർ ഇതിന് സഹായം ചെയ്തു എന്നുകൂടി ഇവർ എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. അരീക്കോട് പോലീസ് ആശുപത്രി രേഖകളുടെയും ഇവരുടെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ അരീക്കോട് പോലീസ് FIR ഇട്ടിട്ടുണ്ട്. ഈ തുടർന്ന് ഇവർ ഇതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഈ ഭർത്താവിനെ വിളിച്ച് വരുത്തി എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് ഇതുവരെയും ചോദിച്ചറിയാൻ എന്തായാലും പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് എന്തായാലും പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പോലീസും എന്തായാലും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ യുവതിക്ക് വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് മുഖത്തും അതുപോലെ തന്നെ ചുണ്ടിനും എല്ലാം വലിയ തോതിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അവർ ആ പ്രതികരണത്തിൽ നിന്ന് അതെല്ലാം വ്യക്തവുമാണ്. അതിനുള്ള കാരണങ്ങളും അവർ എന്തായാലും അതിൽ തന്നെ വിശദീകരിക്കുന്നുമുണ്ട്. രുചിഷ, ശരി ശാന്തകുമാർ, എന്തായാലും 2 മാസം മുൻപാണ് ഇവരുടെ പുനർവിവാഹം കഴിഞ്ഞത്.